إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي ലഅല്ലഹും യർശുദൂൻ. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് എത്തേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടുകൂടി പരിപൂർണമായും നമ്മുടെ അമലുകളെ ക്രമപ്പെടുത്തണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ മരണം വരെ നമ്മുടെ ഈമാനും നമ്മുടെ ആരോഗ്യവും പരിപൂർണമായും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാനിന്റെ ആദ്യത്തെ ആഴ്ചയാണ് ഇന്ന്. എന്തുകൊണ്ടും ഈ വെള്ളിയാഴ്ച നമുക്ക് സൗഭാഗ്യം നിറഞ്ഞതാണ്. ഒന്നാമതായി വെള്ളിയാഴ്ച എന്നുള്ളത് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ഒരു ദിവസമാണ്. ജുമുഅത്ത് കൂടുക എന്നുള്ളത് ഒന്നുകൂടി പരിശുദ്ധമായ സമയമാണ്. റമദാൻ മാസമാവുക എന്നുള്ളത് ഒന്നുകൂടി പ്രത്യേകത കൂടുകയാണ്. അതോടൊപ്പം തന്നെ നോമ്പുകാരായി എന്നുള്ളത് എല്ലാത്തിനെയും മറികടക്കുന്ന ഏറ്റവും വലിയ സവിശേഷതയാണ്. ഈ രൂപത്തിൽ പുറമെ ഭൗതികമായി നമ്മൾ അനുഗ്രഹിതരാണ്. അല്ലാഹു ഇതൊക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നാഫഖ ഹൻദല എന്നൊരു പ്രയോഗം നമുക്ക് ഓർമ്മയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേശങ്ങൾ നടത്തിയപ്പോ ആ ഉപദേശം കേട്ടപ്പോ ചില സഹാബികൾക്ക് തോന്നി, ഈ പറഞ്ഞതുപോലെ നമ്മളായിട്ടുണ്ടോ എന്ന്. അള്ളാന്റെ അടുക്കൽ, റസൂലുള്ളാഹിന്റെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ദീൻ ഉൾക്കൊള്ളുന്നു, പുറത്തു പോകുമ്പോ ചിലപ്പോ ശ്രദ്ധകൾ മാറിപ്പോകുന്നു. അങ്ങനെ ഹൻദല റളിയല്ലാഹു പറയാണ്, കുറച്ച് ദൂരമെത്തി, റസൂലുള്ളാഹിയുടെ മജ്ലിസ് വിട്ട് കുറെ ദൂരമെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഒരു തോന്നൽ, എന്റെ ഈമാൻ കുറവ് വന്നിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നാഫഖ ഹൻദല, ഹൻദല മുനാഫിഖായി എന്ന്. നമ്മൾ പലപ്പോഴും അതുപോലെ വിശ്വാസത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാവാറുണ്ടോ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ ഈ പള്ളിയിൽ ഇരിക്കുന്ന ഈ ഈമാൻ, ഇപ്പോ നമ്മുടെ കൽബിലുള്ള ഈ ഈമാൻ, ഇത് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്.
അതിനാവശ്യം പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. നോമ്പായതുകൊണ്ട് ഇരിക്കാൻ പ്രയാസം ഉണ്ടാവും. എന്നാലൊന്ന് ഒതുങ്ങിയിരുന്നാല് മറ്റുള്ളവർക്ക് കൂടി നമ്മെപ്പോലെ ഇരിക്കാൻ പറ്റുമായിരുന്നു. സോപ്പ് എവിടെയെങ്കിലും പിന്നിലുള്ളവരെ കയറ്റാൻ പറ്റുമെങ്കിലും ഒന്ന് ഒതുങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. പ്രാർത്ഥന നിത്യമായി നമ്മൾ പ്രാർത്ഥിക്കുക. റമളാൻ കരിച്ചു കളയുന്ന മാസം എന്നാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയലാണ്. ഖൽബിനെ ശുദ്ധമാക്കാനാണ് റമളാൻ. നമുക്കറിയുന്ന ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത്, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലികും, മുമ്പേ ഉള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ തന്നെയാണ്. മൂസ നബിയുടെ, ഈസ നബിയുടെ, സാലിഹ് നബിയുടെ നോമ്പുണ്ടായിരുന്നു. രൂപത്തിൽ മാറ്റമുണ്ടാവാം, ഘടനയിൽ മാറ്റമുണ്ടാവാം, പക്ഷേ അവർക്ക് നോമ്പുണ്ടായിരുന്നു. എന്നാണ് ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാനാണ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വയെ കുറിച്ച് പറഞ്ഞപ്പോ ചില ഹദീസുകൾ കാണാം. കടുക് വറുക്കുമ്പോൾ എന്താ സംഭവിക്കുക? കടുക് ചൂടാകുമ്പോൾ പൊട്ടിത്തെറിക്കും. അതുപോലെയാണ് ഖൽബ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. കടുക് മണി ചൂടാകുമ്പോൾ ചട്ടിയിൽ നിന്നും പൊട്ടിത്തെറിക്കുന്നത് പോലെ ഖൽബ് തെറിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഒരു വെള്ളത്തിൽ, ഒരു പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് ആ വെള്ളം ചൂടാക്കുമ്പോ ആ വെള്ളം ചൂടായിക്കൊണ്ടേയിരിക്കുമ്പോൾ തിളക്കുന്ന വെള്ളം പുറത്തേക്ക് തുളുമ്പിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഖൽബ് എന്ന് മറ്റൊരിക്കൽ നബിയുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു അത്തഖ്വ ഹുന, അതുകൊണ്ട് തഖ്വ എന്നുള്ളത് നിങ്ങൾ ആരും പരസ്പരം അളക്കാൻ നടക്കണ്ട. നമ്മുടെ കയ്യിലില്ല. തൂക്കുവാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. വിരലടയാളം വെച്ച് ആളെ കണ്ടെത്താം, തമ്പിൻ പ്രസ് വെച്ച് ആളെ കണ്ടെത്താം, ആധാർ കാർഡ് അടിച്ചാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും. പക്ഷേ ഒരു മനുഷ്യന്റെ തഖ്വ അളക്കുവാൻ ഒരു സംവിധാനവും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത്തഖ്വ ഹുന, തഖ്വ ഖൽബിലാണ്. ആരുടെ കൽബിൽ? എന്റെ തഖ്വ എന്റെ കൽബിലാണ്. നിങ്ങളുടെ തഖ്വ നിങ്ങളുടെ കൽബിലാണ്. നിങ്ങളുടെ ഭാര്യയുടെ തഖ്വ നിങ്ങളുടെ ഭാര്യയുടെ കൽബിലാണ്. അത് അളന്നു നോക്കാൻ ഒരിക്കലും സാധ്യമല്ല. എന്റെ കെട്ടികളാണ്, കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തഖ്വ അളന്നു നോക്കാൻ കഴിയില്ല. കൽബിനെ, ശരീരത്തെ പിളർക്കാം, മനസ്സിനെ പിളർന്നുകൊണ്ട് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്ത് തിരിച്ചറിയാൻ ഭൂമി ലോകത്ത് സംവിധാനമില്ല. അത്തഖ്വ ഹുന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിങ്ങൾ അറിയണം, ശരീരം അത് മോശമായ മൊത്തം മോശമായി. ചില ഭാഗങ്ങൾ മോശമായ മൊത്തം മോശമായി. ചില ഭാഗം നന്നായാൽ മൊത്തം നന്നായി. നിങ്ങൾ അറിയണം, അറിയണം അല. അപ്പോ അത് കുറച്ച് അതൊന്ന് മോശമായാൽ മനസ്സ് നന്നാവട്ടെ എന്ന പാട്ടുകൾ നാട്ടിൽ വ്യാപകമായത് ചിലപ്പോ ഈ വരികൾ എടുത്തുകൊണ്ടായിരിക്കാം. ഏതായാലും കൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ അങ്ങനെ ശരീരം നന്നാവേണ്ടതല്ല, കോലം ഉണ്ടാവേണ്ടതല്ല, ചിരിക്കേണ്ടതല്ല, മറിച്ച് അവരുടെ നന്നാക്കിയത് കൊണ്ട് കാര്യമില്ല. പിന്നെ എവിടേക്കാ നോക്കുക? വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്
കൽബിലേക്കാണ് നോക്കുക. കാരണം ശരീരത്തെ അളക്കാൻ എല്ലാവർക്കും പറ്റും. എന്റെ വസ്ത്രം നോക്കി, എന്റെ താടി നോക്കി, എന്റെ ഭാവം നോക്കി, എന്റെ മുഖം നോക്കി ഞാൻ നല്ലതാണ്, ഞാൻ മോശക്കാരനാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റും. ഭാര്യയെ, ഭർത്താവിനെ, കൂട്ടുകാരിയെ, നാട്ടുകാരെ നമുക്ക് വിധിനിർണയം നടത്താൻ പറ്റും. പക്ഷേ കൽബ് നോക്കി വിധി നിർണയം നടത്താൻ അത് അല്ലാഹുവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ആ കൽബ് റബ്ബിന്റെ മുന്നിലേക്ക് തുറന്നു കൊടുക്കാൻ. ലഅല്ലകും തത്തഖൂൻ, തഖ്വയുണ്ടാകുവാനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. മറ്റുള്ള ഇബാദത്തുകളെ കുറിച്ച് തഖ്വ ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് തഖ്വ ഉണ്ടാകുവാനാണ് എന്ന പ്രയോഗമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതും ഹദീസ് പഠിപ്പിച്ചതും നോമ്പിനെ കുറിച്ചുള്ള ഉദ്ദേശം ഇൻസാഖാണ്. തഖ്വ ഉണ്ടാകുവാൻ ഇൻസാഖ് ഉണ്ടാവണം. സൗദിന്റെ മറ്റൊരർത്ഥം ഇൻസാഖ് എന്നാണ്. ഇൻസാഖ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തൽ എന്നാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഗുസ്തി വീരൻ അല്ല ശക്തൻ, മസിൽ പവറുള്ളവനുള്ള ശക്തൻ, ക്ഷമ ഉള്ളവനാണ്, സഹനശക്തി ഉള്ളവനാണ്, കോപം വരുമ്പോൾ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാണ് ശക്തൻ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള തത്വമായിട്ട് പ്രചരിച്ചിട്ടുമുണ്ട്. ആ തത്വമുണ്ടല്ലോ, പിടിച്ചു നിർത്തുക എന്നുള്ളത്, ഇതാണ് നോമ്പ്. അവിടെയാണ് അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ് എന്ന് പറഞ്ഞത്. പരിചയുടെ ദൗത്യം എന്താണ്? യുദ്ധക്കളത്തിൽ മറ്റുള്ളവരുടെ അമ്പകൾ വരുമ്പോ അതിനെ തടയുവാനുള്ളതാണ് പരിച എന്നുള്ളത്. അപ്പോ നമുക്ക് നേരെ വരുന്ന എല്ലാ എതിർപ്പുകളെയും, എല്ലാ പ്രശ്നങ്ങളെയും, പ്രയാസങ്ങളെയും തടുക്കുവാനുള്ളതാണ് പരിച. അവ നോമ്പ് പരിചയാൻ. എന്തിന്റെ പരിച? ഏഷണിയുടെ, പരദൂഷണത്തിന്റെ, ചീത്തവാക്കുകളുടെ, കുറ്റങ്ങളുടെ, കടത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ, പ്രയാസത്തിന്റെ, ടെൻഷനുകളുടെ, അങ്ങനെ എല്ലാത്തിന്റെയും പരിചയാണ് നോമ്പ്. അപ്പൊ നോമ്പ് നോറ്റവന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നോമ്പ് നോറ്റവന് ഒരു പ്രയാസം ഉണ്ടാവില്ല, നോമ്പ് നോറ്റവന് ഈ ഭൂമി ലോകത്ത് ടെൻഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യേണ്ടിയില്ല. കാരണം അവൻ ഏറ്റവും നല്ല സ്ഥാനത്തേക്ക് അവനെത്തിരിക്കും. അല്ലാഹു നമുക്ക് പറയാവട്ടെ. അപ്പോ അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെയാവുക? മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹജ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ നോമ്പ് നോറ്റാൽ ഖൗല സൂർ എന്ന് പറഞ്ഞാൽ തോന്നിവാസമുള്ള എല്ലാം അതിൽ പെടും. എന്തുമാവാം, എന്താണ് തെറ്റ് എന്ന് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞത്, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്താണ്, അതാണ് തെറ്റ് എന്നാണ്. മോശമായിപ്പോയല്ലോ, വേണ്ടില്ലായിരുന്നു എന്നിങ്ങനെ തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് തെറ്റ്. അപ്പൊ അനാവശ്യമായ വാക്കുകൾ, അനാവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമില്ലാത്തത് എന്നാണ്. ജീവിതത്തിൽ ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ടാവും. അപ്പൊ ആവശ്യമില്ലാത്തതാണ് അനാവശ്യം എന്നുള്ളത്. അപ്പൊ അനാവശ്യമായ എല്ലാ വാക്കുകളും ഒഴിവാക്കണം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ രാവിലെ ഇന്ന് 5 മണിക്ക് അത്താഴം കഴിച്ചു അല്ലെ, ചിലർ ഒരുപാട് നേരത്തെ കഴിച്ചിട്ടുണ്ടാവും, അത് ശരിയൊന്നല്ല. അപ്പൊ 5 മണിക്ക് അത്താഴം കഴിച്ചു. അപ്പൊ ഏതായാലും രാവിലെ എഴുന്നേറ്റു, ഈ 1 മണിയായി. ഈ 1 മണി വരെ നമ്മുടെ വാക്കിൽ വന്ന ആവശ്യങ്ങളായ വാക്കുകൾ എന്തൊക്കെ, അനാവശ്യങ്ങളായ, അതായത് ആവശ്യമില്ലാത്ത വാക്കുകൾ എന്തൊക്കെ, അത്യാവശ്യമായ വാക്കുകൾ എന്തൊക്കെ, ഒരു ചാർട്ട് തയ്യാറാക്കിയാലോ? ജുമാ കഴിഞ്ഞ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് സ്വസ്ഥമായി ഒന്നാലോചിക്കണം. ഇന്ന് രാവിലെ മുതൽ ഈ 2 മണി വരെ, ജുമാ കഴിഞ്ഞ് 2 മണിക്കിലെ 2 മണി വരെ ഇന്ന് ഞാൻ പറഞ്ഞ വാക്കുകൾ ആവശ്യമായത് ഏതൊക്കെ, ആവശ്യമില്ല ഒരു 3 കോളം വരയ്ക്കുക. എന്നിട്ട് ആവശ്യമായ വാക്കുകൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ, അതായത് അനാവശ്യ വാക്കുകൾ, അത്യാവശ്യ വാക്കുകൾ, ഈ 3ഉം ഒന്ന് ക്രോഡീകരിച്ച് നോക്കിയട്ടെ. അത്യാവശ്യമുള്ളത് എത്രയുണ്ടാവും, ആവശ്യമില്ലാതെ എത്രയുണ്ടാവും? അത് വേണമെങ്കിൽ ഒന്നുകൂടി വിപുലീകരിച്ചാൽ ആവശ്യമില്ലാത്തത് വേറെ, അനാവശ്യം വേറെ ആക്കിയാലോ? അതിൽ അത്യാവശ്യം എത്രയുണ്ടാവും, ആവശ്യമുള്ളത് എത്രയുണ്ടാവും? അപ്പൊ റമദാനിൽ നോമ്പ് നോറ്റവൻ ആവശ്യമുള്ളത് പറയണം, അത്യാവശ്യമുള്ളത് പറയണം, ബാക്കി വേണ്ട. ആ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ രൂപത്തിലുള്ള ഒഴിവാക്കണം. വൽ അമല ബിഹി,
പ്രവർത്തനം ഒഴിവാക്കണം. അതിനെ പറയേണ്ടില്ലല്ലോ, വാക്കുകളെ ഒഴിവാക്കണമെങ്കിൽ പ്രവർത്തനം ഒഴിവാക്കണമല്ലോ. അമലുകളും അതുമായി ബന്ധപ്പെട്ട അമലുകളും ഒഴിവാക്കണം. അങ്ങനെ ഒരാൾ ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലോ, എനിക്ക് അങ്ങനെയൊക്കെ പറ്റുമെന്ന് തീരുമാനിച്ചാലോ, ഓരോ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട. അപ്പൊ നോമ്പ് നോക്കാത്തവന് തുല്യമാണ് എന്നർത്ഥം. അവന്റെ പ്രശ്നങ്ങൾ, അവന് നോമ്പിൽ പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇനി ഒരാൾ സ്വാഭാവികമായ ശീലത്തിൽ ഒരാൾ പറഞ്ഞുപോയി, ഒരാൾ ബോധമില്ലാതെ പണ്ടേ ചെറുപ്പത്തിൽ പഠിച്ചതുപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ഫീക ഇംറുൻ ജാഹിലിയ, നിന്നിൽ ആ ജാഹിലിയത്ത് ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മുടെ പണ്ടേ പഠിച്ചതുപോലെ അസ്വാഭാവികമായി നമ്മിൽ നിന്നും മോശമായ പ്രയോഗമോ മോശമായ വാക്കുകളോ മോശമായ പ്രവൃത്തികളോ വന്നുപോയി. എന്താ സംഭവിക്കുക? അവിടെയാണ് ഖുർആൻ പഠിപ്പിച്ചത്, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹുവേ, പറ്റിപ്പോയിട്ടുണ്ട്. ലാ തുആഖിദ്നാ, അതുകൊണ്ട് എന്നെ പിടികൂടല്ലേ അല്ലാഹ്. എങ്ങനെ? ഇൻ നസീനാ ഔ അഖ്തഅനാ, ഞാൻ മറന്നുകൊണ്ടാ ചെയ്തത് അല്ലെങ്കിൽ തെറ്റുപറ്റി പോയിട്ടുണ്ട് എന്ന് റബ്ബിന്റെ മുന്നിലേക്ക് മടങ്ങാൻ തയ്യാറാവണം. ഇത് മടങ്ങണം എന്ന് പഠിപ്പിക്കുവാനാണ് ഖുർആൻ നമുക്ക് തന്നത്. മാഇസ് റളിയല്ലാഹുവിന്റെ സംഭവം നമുക്കറിയാം. വ്യഭിചരിച്ചു പോയി, തെറ്റ് ചെയ്തു, നബിയെ ശിക്ഷിക്കണമെന്ന് പറയുന്നു, നിനക്ക് മാപ്പുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നോമ്പ് ഖുർആൻ ഉൾക്കൊള്ളാനുള്ളതാണ്. ഖുർആൻ എന്ന് പറയുമ്പോൾ വായിക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. നമ്മൾ വായിക്കാറുണ്ടോ? ഓതാറുണ്ട് നമ്മൾ, പക്ഷെ വായിക്കാറുണ്ടോ? എന്താണ് വായനയുടെ വ്യത്യാസം? എന്താണ് ഓത്തിന്റെ വ്യത്യാസം? ഓത്ത് വേറെ, വായന വേറെ. ഖുർആൻ ഓതിയാൽ കൂടിയാൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഫാത്തിഹ നിസ്കാരത്തിൽ ഇമാം ഓതുന്നു, നമ്മൾ കേൾക്കുന്നുണ്ട്. ഇമാം ഫാത്തിഹ വായിക്കുകയല്ല ചെയ്യുന്നത്, ഓടുകയാണ് ചെയ്യുക. നമ്മളത് കേൾക്കുന്നു, അത് പ്രതിഫലമാണ്. ഓരോ അക്ഷരത്തിനും പറ്റുന്നില്ല, പക്ഷെ വായിക്കണം. വായിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം, അർത്ഥമറിഞ്ഞ് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുവാൻ തയ്യാറാവണം. അപ്പോഴുണ്ടാകുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. പലപ്പോഴും പലരും പറയാറുണ്ട്, മറ്റുള്ളവർ വായിക്കുന്നത് കേൾക്കുമ്പോ ഉണ്ടാകുന്ന ഒരു എനർജി അത് വേറെയാണ്. പ്രഭാഷണം നടത്തുന്നവരും പ്രഭാഷണം കേൾക്കാറുണ്ട്, എഴുത്തുകാരും വായിക്കാറുണ്ട്. എന്താണ്? മറ്റുള്ളവരുടെ കേൾക്കുമ്പോ പ്രായമുള്ളവർ പോകട്ടെ, നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവർ, ഉപ്പാപ്പ, ആ പദവിയിലെത്തിയവർ, നമ്മുടെ പൗത്രന്മാരുടെ കളിതമാശകൾ കാണാറുണ്ട്, പൗത്രന്മാരുടെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്തിനാ? മറ്റുള്ളവരുടെ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മ സംതൃപ്തിയുണ്ട്. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ഖുർആൻ മറ്റുള്ളവർ കേൾക്കുമ്പോ നിങ്ങൾ കേൾക്കണം. മറ്റുള്ളവർ ഓടുമ്പോ നിങ്ങൾ കേൾക്കണം. എങ്ങനെ കേൾക്കണം? ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരുന്ന് കേൾക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ കേസറ്റുകൾ ഓണാക്കാറുണ്ട്, ടി വി ഓണാക്കാറുണ്ട്, ഖുർആൻ പാരായണം സുബഹിയുടെ നേരങ്ങളിൽ നാം ഓണാക്കാറുണ്ട്. പക്ഷെ അത് കേൾക്കുന്നില്ലെങ്കിലോ തെറ്റാകും. അതുകൊണ്ട് ഖുർആൻ പാരായണം മൊബൈലുകളിൽ, വീടുകളിൽ ഓൺ ചെയ്ത് വെക്കുമ്പോ അത് കേട്ടിരിക്കാൻ നമ്മൾ ഉണ്ടാവണം. കേട്ടിരിക്കൽ പുണ്യമാണ്. ഓടുന്നത് പോലെ, പാരായണം ചെയ്യുന്നത് പോലെ, വായിക്കുന്നത് പോലെ പുണ്യമാണ് കേൾക്കുക എന്നുള്ളതും. വായിക്കാൻ കണ്ണിന് വേദന ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ക്ഷീണുണ്ടാവും. അപ്പോഴും കേൾക്കുവാൻ തയ്യാറാവണം. സഹോദരന്മാരെ, നമ്മുടെ വീടുകൾ ശബ്ദമുഖരിതമാവട്ടെ. റമളാൻ നോമ്പെടുത്ത് ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, പ്രയാസമുണ്ട്. നോമ്പ് മുറിക്കാൻ നേരം 6:30 മണിക്ക് നല്ല പ്രയാസം ഉണ്ടാകും. ആ നേരത്ത് നമ്മൾ വർത്തമാനം പറയും, തമാശകൾ പറയണം. പക്ഷേ ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയോട് കൂടിയാണ് നോമ്പ് മുറിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ മാതൃക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബ്രഷ് ചെയ്യാറുണ്ട്, വുളൂഇന്റെ നേരങ്ങളിൽ പല്ല് തേക്കാറുണ്ട്. അല്ലെ? അത് നിർബന്ധമാകുമോ എന്ന് പേടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് വുളൂഇന്റെ നേരങ്ങളിൽ പല്ല് തേക്കാൻ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ വായിക്കാൻ കഴിയുന്നു. കുറെ നേരം ഉണ്ടാകുന്നാൽ പല്ല് തേക്കൽ സുന്നത്താണ്. അതേപോലെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വുളൂ ഉണ്ടാക്കിയിരുന്നു, പല്ല് തേച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. നോമ്പ് മുറിക്കാൻ നേരത്ത് വുളൂ ഉണ്ടാക്കി, ബ്രഷ് ചെയ്ത് വുളൂ ഉണ്ടാക്കി നോമ്പ് മുറിക്കാനിരിക്കുന്ന ഒരു സുന്നത്തിലേക്ക് നാം മാറേണ്ടതുണ്ട്.
ബ്രഷ് ചെയ്യണം, വായ ശുദ്ധിയാക്കണം, രാവിലെ മുതൽ ഉണ്ടാകുന്നതാണ്. അപ്പോ ആ രൂപത്തിൽ നാം മാന്യത കാണിക്കാൻ തയ്യാറാവണം. കൂട്ടത്തിൽ ആ നേരം പഠിപ്പിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് ആ നോമ്പ് മുറിക്കുന്നവരെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഏറ്റവും നല്ല സമയമാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥന തന്നെ സ്വീകരിക്കപ്പെടും. അതിൽ ഏറ്റവും മുഹൂർത്ത സമയമാണ് നോമ്പ് മുറിക്കുന്ന സമയം എന്നുള്ളത്. നാം അത്താഴം കഴിച്ചത് മുതൽ നോമ്പുകാരനാണ്, നോമ്പ് മുറിക്കുന്നതേ നോമ്പുകാരനാണ്, ഈ സമയം നോമ്പുകാരാൻ. നമുക്ക് അല്ലാഹുവിനെ പറയില്ല. അതിൽ ഏറ്റവും നല്ല സമയമാണ് നോമ്പ് മുറിക്കുന്ന സമയം. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ ഉള്ളത് എല്ലാം ചോദിക്കുക എന്നാണ്. അള്ളാഹു അത് പറയാൻ അറിയുമ്പോ, അത് പറയാൻ അറിയുമ്പോ, അള്ളാഹുവിന് കുടുംബത്തിൽ വർദ്ധം ചെയ്യണേ, ഈ ഭക്ഷണത്തിൽ വർദ്ധം ചെയ്യണേ, എന്റെ വീട്ടിൽ വർദ്ധം ചെയ്യണേ, ഞങ്ങൾക്ക് കരുണ ചെയ്യണേ, എങ്ങനെ അറിയുന്ന പ്രാർത്ഥനകൾ ആ നേരം നോമ്പ് കുറിക്കാതിരിക്കുന്ന നേരം പ്രാർത്ഥിക്കുക. മറ്റുള്ള സംസാരങ്ങൾ പരമാവധി ഒഴിവാക്കാൻ തയ്യാറാവുക. നോമ്പ് മുറിച്ചതിന് ശേഷം നാം വിഷ്ണു ചൊല്ലിയിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുക, തുടങ്ങുക. ഇത്തപ്പഴം കഴിച്ചിട്ട് തന്നെയാണ് തുടങ്ങുക. പക്ഷേ വലിയൊരു അലംഭാവം വരാറുണ്ട്. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയാൻ, എന്ന പ്രാർത്ഥന പറയാൻ പലപ്പോഴും നമ്മൾ മറന്നു ഉണ്ടാവാൻ പാടില്ല. കൂട്ടത്തിലിരിക്കുന്ന മുതിർന്നവർ, ഓർമ്മയുള്ളവർ, അതിനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മ വരുന്നവർ ഒച്ചത്തിൽ, അല്പം ഒച്ചത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് പറയാനുള്ള ഓർമ്മയുണ്ടാകും. നമ്മളാൽ വേറൊരാൾ ഒരു നന്മ ചെയ്താൽ അവർ ചെയ്ത അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. അങ്ങനെ ഖുർആനിന്റെ അനുയായികളാവണം. എങ്ങനെയാണ് സഹാബികൾ ഈ റമദാനിൽ തഖ്വ കിട്ടിയപ്പോ ഖുർആനിന്റെ അനുയായികളായി മാറിയത്? താല്പര്യമാണ്, സ്വന്തം താല്പര്യമാണ്. അവനവന്റെ മനസ്സ് നന്നാവാൻ തീരുമാനിച്ചാല് അല്ലാഹു അടുപ്പിക്കുകയുള്ളൂ. നമ്മുടെ താല്പര്യമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ മനസ്സ് മാറണം. എങ്ങനെ മാറണം? ഒന്നുകൂടി നന്നാവാൻ. ഇപ്പൊ കൃത്യമായി ഫർളുകൾ നിർവഹിക്കുന്നു. അവർ മാറേണ്ടത് എങ്ങനെയാണ്? സുന്നത്തുകൾ നിർവഹിക്കുന്നതിലൂടെയാണ്. ഫർളിന്റെ കൂടെയുള്ള പ്രവാസികൾ നിർവഹിക്കുന്നതിലൂടെയാണ്. അവർ ഒന്നുകൂടി മാറണം. സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നവർ അതിൽ മാറ്റം വരുത്തണം. എങ്ങനെ മാറ്റം വരുത്തും? ആ റവാത്തിബിൽ വജ്ഹത്ത് ഓതണം, ആ റവാത്തിബിൽ സൂറത്ത് ഓതണം, ഫാത്തിഹയ്ക്ക് ശേഷം സുന്നത്തിൽ സൂറത്ത് ഓതണം. ഇതൊക്കെ റസൂലുള്ളാഹിയുടെ ചര്യകളാണ്. പിന്നെയോ സുജൂദ്, അല്പം പ്രാർത്ഥനകൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ അവർ ഈ റമദാൻ തുടക്കമാവട്ടെ. ഈ റമദാൻ ഖുർആന്റെ മാറ്റം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, സജദ, സൂറത്ത് സജദയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു. പ്രാർത്ഥന എല്ലാവർക്കും അറിയാലോ. ഖുർആനിലുള്ള സജദ തിലാവയുടെ പ്രാർത്ഥനയാണ്. അതിൽ വശഖ സംഅഹു വബസറഹു പല സഹാബികളും കരഞ്ഞിരുന്നു എന്നാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ. നമ്മൾ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു? നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല പലപ്പോഴും. കാഴ്ചയെ, കേൾവിയെ പിളർത്തിയവനാണ് അവൻ. നമ്മുടെ കാഴ്ചയെ പിളർത്തി എന്നാണ് അള്ളാഹു നമ്മിലൂടെ പറയിപ്പിക്കുന്നത്. നമ്മുടെ കേൾവിയെ പിളർത്തി എന്നാണ് നമ്മിലൂടെ അള്ളാഹു പറയിപ്പിക്കുന്നത്. സഹോദരന്മാരെ, അള്ളാഹുവേ, ഞാനിതാ എന്റെ മുഖം നിനക്ക് വേണ്ടി സുജൂദ് ചെയ്തിരിക്കുകയാണ്. ഞാൻ സുജൂദ് ചെയ്യുമ്പോ അള്ളാഹുവേ, എന്റെ നെറ്റിയാൻ മുട്ടിച്ചിട്ടുണ്ട്, എന്റെ കണ്ണുകൾ നിന്നിലേക്ക് അയച്ചിട്ടുണ്ട്. കാരണം നീ എന്നെ സൃഷ്ടിച്ചവനാണ്, നീയാണ് എന്നെ സൃഷ്ടാവ്. അതോടൊപ്പം എന്റെ കണ്ണുകളെ നീ തുറപ്പിച്ചവനാണ്, എന്റെ കാതുകളെ നീ തുറപ്പിച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹ് എന്ന് വിളിക്കുന്ന പ്രാർത്ഥനയാണ് സജദത്തിലാവേ. ഇതാണ് ഖുർആൻ നമുക്ക് നൽകുന്ന വെളിച്ചം. എന്റെ കണ്ണും എന്റെ കാതും എന്റെ നാക്കും ഇത് പുലർത്തിയവനാണ് എന്റെ റബ്ബ്. രണ്ട് കണ്ണുകൾ, ഒരു നാവും, രണ്ട് ചുണ്ടുകൾ ഒക്കെ നൽകിയ റബ്ബേ, നിനക്കാണ് സ്തുതി. ഇത് പ്രഖ്യാപിക്കാൻ ഈ റമദാൻ നമുക്ക് തുണയാകണം. അല്ലാഹു നമുക്ക് നൽകണം. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد، يا أيها الإخوان والأخوات اتقوا الله عباد الله، أوصيكم ثانيا بتقوى الله.
ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ഹിദായത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആയത്ത് സൂറത്തുൽ ബഖറയിലെ തന്നെ 186-ാമത്തെ ആയത്താണ്. ആയത്തിന്റെ ആശയം നമുക്കൊക്കെ അറിയുന്നതാണ്. നിന്നോട് എന്റെ അടിമ ചോദിച്ചാൽ പറയണം, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഈ ആയത്ത് നോമ്പിനെ കുറിച്ച് പറഞ്ഞതിന് ഇടയിലാണ് ഈ ആയത്ത് കൊടുത്തത് എന്നുള്ളതാണ്. ആയത്തിന് മുന്നേയും ശേഷവും നോമ്പിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നോമ്പിൽ വളരെ പ്രധാനമാണ് പ്രാർത്ഥന എന്നാണ്. പ്രാർത്ഥനയുടെ ഗൗരവവും സമയവും ഒക്കെ നമ്മൾ ഒന്നാമത്തെ തുകയിൽ വിശദീകരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പറഞ്ഞതുപോലെ നോമ്പ് തുറക്കാൻ നേരവും പ്രാർത്ഥന ഉണ്ടാവണം. അത്താഴ നേരം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സമയമാണ്, ഏറ്റവും നഷ്ടമാണ് അത്താഴ നേരം, അല്ലെ? അത്താഴ നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പാത്രങ്ങൾ എടുത്തു വെക്കലും അടുക്കി വെക്കലൊക്കെ ആയിട്ട് അവരുടെ സമയം ചിലരൊക്കെ അങ്ങനെ പോകാറുണ്ട്. നമ്മൾ പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ വെറുതെ കടന്നുകൊണ്ട് അലംഭാവം കാണിക്കും. ആ അലംഭാവം കാണിക്കാതിരിക്കാനുള്ള ഒരു മാർഗം അത്താഴം എന്ന് പറഞ്ഞതുപോലെ 50 തോന്നുന്ന സമയം മാത്രം വരുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. എന്നാ ഭക്ഷണം കഴിച്ച് കിടക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ആ കുറച്ചായ തൂതി അപ്പോഴേക്ക് നിസ്കാര ടൈം ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം വേണ്ട. എഴുന്നേൽക്കണം, ഖുർആനോദനം, പക്ഷെ വളരെ നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം അത്താഴത്തിൽ വേണ്ട. അത് സുന്നത്തിന് വിരുദ്ധമാണ്. സുന്നത്ത് എന്താണ്? ഭക്ഷണം കഴിച്ചാൽ ഏറെക്കുറെ 50 തോന്നുന്ന സമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഏതുവരെ? ബാങ്കിന്റെ ടൈം വരെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സുന്നത്ത് നിലനിർത്താൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അത് സത്യത്തിൽ മനസ്സിലാക്കിയിടത്തോളം ഒരു മനഃശാസ്ത്ര സമീപനം കൂടിയാണ്. കാരണം അത്താഴം കഴിച്ചാൽ ഒരു അലംഭാവം ഉണ്ടാവും, ഒരു ആലസ്യം ഉണ്ടാവും, അല്ലെ? അപ്പൊ ആ ആലസ്യത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം കൂടിയാണ് ഭക്ഷണം ആ രൂപത്തിൽ കഴിക്കുക എന്നുള്ളത്. കാരണം ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആരോഗ്യം എത്ര ടൈം ഉണ്ടാകാമാണ് പുറത്തുനിന്ന് കിടക്കാതെയായിരിക്കും. അതോടെ സുന്നത്ത് നഷ്ടപ്പെടും, ആ അത്താഴ സമയത്തിന് ദുആ നഷ്ടപ്പെടും, പിന്നെ ഖുർആൻ പാരായണം നഷ്ടപ്പെടും, പള്ളിയിൽ പോകുന്നവർക്ക് ജമാഅത്ത് നഷ്ടപ്പെടും. ഇതൊക്കെ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള പരിഹാരം കാണിക്കണം എന്ന് ഓർമ്മിക്കാം. അതേപോലെ തന്നെ പറഞ്ഞതുപോലെ മറ്റൊരു ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ടാണ് മുറിക്കുക. അപ്പൊ ചിലപ്പോൾ ഈത്തപ്പഴം ഇല്ല, വീണ്ടും തീർന്നു പോകാനും സ്വാഭാവികമാണ്. യാത്രയിൽ ഈത്തപ്പഴം കൈ കിട്ടിയില്ല, നമ്മൾ എന്താ വേഗം ചെയ്യാം? ജ്യൂസ് ആണ് അടുത്ത ഓപ്ഷനായി തിരഞ്ഞെടുക്കുക. പച്ചവെള്ളം കുടിക്കണം എന്നൊക്കെ നമുക്ക് അരിയത്തുണ്ട്, ഒക്കെ അറിയാത്തവരാരുമില്ല. പക്ഷെ എന്നാലും അവിടെ എന്തോ ആ ഒരു സുന്നത്ത് നമ്മൾ മറന്നു പോകാറുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു വശം തന്നെയാണ്. അപ്പൊ ഈത്തപ്പഴം അല്ലെങ്കിൽ വെള്ളം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റുള്ള ഭക്ഷണ വിഷയങ്ങളൊക്കെ അതൊക്കെ അവരവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് ഹുതുബയിൽ പറയേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈത്തപ്പഴം അല്ലെങ്കിൽ വെള്ളം എന്നുള്ള ആ സുന്നത്ത് നമ്മൾ കളയാൻ പാടില്ല. പിന്നെ വെള്ളം കുടിക്കാൻ മുറുക്കായി കുടിക്കണം എന്നാണ്. ഒറ്റയടിക്കാൻ കുടിക്കുക, ദാഹം ഉണ്ടാവും, പക്ഷെ അതൊരു സുന്നത്തിന് വിരുദ്ധമാണ് എന്നതോടൊപ്പം തന്നെ ആരോഗ്യപരമായി ഒരുപാട് പോരായ്മകൾ, പ്രശ്നങ്ങളുണ്ട് എന്ന് അതിന്റെ ആളുകൾ പറയുന്നുണ്ടാവുകയാലും അതൊന്നും ആവട്ടെ, സുന്നത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്ന ഒരു ശീലം അതുള്ളവർ ആ ശീലം ഒഴിവാക്കണം. മുറിച്ച് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാവണം എന്ന് ഓർമ്മിക്കണം. പിന്നെ അതിൽ കാണുന്ന വലിയൊരു അപാകതം ധരിച്ചാല് നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ, പ്രത്യേകിച്ച് വീട്ടിൽ നിന്നല്ലെങ്കിൽ ഈ പള്ളിയിലോ മറ്റോ നോമ്പ് മുറിക്കുന്നെങ്കിൽ 2 കൈയിൽ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് കഴിക്കുന്ന ഒരു ശീലം, ഈ ചായയുടെ കടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ്. ഈ നോമ്പ് നോറ്റിട്ട് തന്നെ ഇടത് കൈ കൊണ്ട് കുടിക്കണോ? നോമ്പ് നോറ്റിട്ട് തന്നെ നമ്മൾ ഇടത് കൊണ്ട് കഴിക്കണോ? അപ്പൊ അത് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കൂടെയുള്ളവര് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? വളരെ സ്വകാര്യമായി, പബ്ലിക്കില് ആളെ മാറ്റാനൊന്നല്ല, സ്വകാര്യമായി ദുരിതാംക്ഷയോടെ അത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ബാധ്യത, നിങ്ങളുടെ ബാധ്യതയായി. ഏത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരാൾ ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചോ നമ്മളോട് ചോദ്യം ചെയ്യും. അള്ളാഹു മാറട്ടെ. അപ്പൊ അതുകൊണ്ട് അത് വളരെ വലിയൊരു വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രൂക്ഷമായി പറഞ്ഞ ഒരു വിഷയമാണ്. വലതുകൊണ്ട് കുടിക്കണം, വലതുകൊണ്ട് തിന്നണം, ഇടതുകൊണ്ട് കുടിക്കരുത്, ഇടതുകൊണ്ട് തിന്നരുത്. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
അപ്പോ അതും നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ നിസ്കാരം, ഖുർആൻ പാരായണം, ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. പ്രതിഫലം ആഗ്രഹിച്ച് ഒരാൾ നിസ്കരിച്ചാൽ ഓന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. പ്രതിഫലം ബന്ധപ്പെട്ട വിഷയം അല്ലെ, മൈൻഡുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത്ര ഒരു ഹേർട്ട് ഫീലിംഗ് ഉണ്ടാവണം അർത്ഥം. പള്ളിയിലേക്ക് വരുമ്പോ ആ ഒരു താല്പര്യവും ആ ഒരു ഊർജവും ആ ഒരു താല്പര്യവും ആ ഒരു ഹേർട്ട് ഫീലിംഗ് ഉണ്ടെങ്കിൽ ആ തറാവി നിസ്കാരത്തോടെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. അള്ളാഹു മുൻപെടുത്തുമാറാകട്ടെ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ നിസ്കാരത്തിലേക്ക് വരുന്ന വൃത്തി. പിന്നെ നമ്മുടെ കേരളീയ ഒരു സ്വഭാവം എന്താ വെച്ചാൽ പള്ളി പോകുമ്പോ എങ്ങനെ പോകാം എന്നല്ലേ അല്ലെ. പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ ടീഷർട്ടും അങ്ങനെ ഏത് കോലത്തിലും പോകാം, സാധാരണ വീട്ടിലിരിക്കുന്ന കോലത്തിൽ പോകാം. പക്ഷേ മറ്റൊരു അങ്ങനെ പോകാൻ പറ്റുന്നത് അതല്ല. പള്ളിയിലേക്ക് പുരുഷന്മാരൊന്ന് സുഗന്ധമൊക്കെ പുരട്ടിട്ട് വരട്ടെ, ഇന്ന് മറ്റുള്ളവർക്ക് ആനന്ദിക്കട്ടെ. പള്ളി ഹുദൂർ ജീവിതത്തെക്കും എന്റെ പുള്ളി മത്സ്യത്തിനാണ്. റമദാനിൽ സമയം ചുരുക്കണം എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്. സമയം ലേറ്റായി. ഹുദൂർ ജീവിതത്തെക്കും എന്റെ പുള്ളി മത്സ്യത്തിനാണ്. പള്ളി നിങ്ങൾ അലങ്കാരം സ്വീകരിക്കുന്ന നല്ല വസ്ത്രം, നല്ല അയൺ ചെയ്ത് നല്ല വൃത്തിയുള്ള വസ്ത്രം, സുഗന്ധം പൂശിയ രൂപത്തിൽ പുരുഷന്മാർ വരിക. സ്ത്രീകൾക്ക് അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പിന്നെ സൊഫ് ശരിയാക്കുക എന്നുള്ളത് സ്ഥലമില്ലാതിരിക്കുക ചെയ്യുന്ന ഒരു പണിയല്ല. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെയും അടുത്തുള്ളവരുടെയും ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് എപ്പോഴും പാലിക്കേണ്ട ഒരു മര്യാദയായിട്ട് കാണണം. പിന്നെ കൂട്ടത്തില് പലപ്പോഴും പറയുന്നതാണ്, എന്നാലും പറയാം, ജുമാക്ക് നമ്മൾ വരുമ്പോ പരസ്പര ലോകം പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടല്ലോ. കാരണം ജുമാക്ക് വേണ്ടത് ഹത്തീം മാത്രമാണ്, ഇരിക്കുന്നവരല്ല. അതുകൊണ്ട് നിങ്ങൾ വന്നിരുന്ന അടുത്തുള്ള നമ്മളെ കാറോടെ മോൻ തന്നെ ആയിരിക്കും. പക്ഷെ തൽക്കാലം മിണ്ടാതിരിക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ മിണ്ടാൻ സമയം കണ്ടെത്തുക എന്ന് ഓർമ്മിക്കുകയാണ്. അപ്പൊ ആ രൂപം നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇനി നാളെയും മറ്റന്നാളും എല്ലാ ശനിയും ഞായർ റമദാനിൽ മുമ്പേ ഉള്ളതുപോലെ ഈ വർഷവും ക്ലാസ് ഉണ്ടായിരിക്കും. തറാവിക്ക് ശേഷം എല്ലാവരും ഇരിക്കണം. ഒരു 10 മിനിറ്റാണ്. മലക്കളുടെ ചിറകുകൾ കിട്ടുന്ന ഒരു സദസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തറാവി ആ 2 ദിവസം ആവേശത്തോടെ നമ്മുടെ കൂട്ടുകാരെ കയർത്തുകയും ഇരിക്കുകയും ചെയ്യണം. അതൊരു മര്യാദയായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഒരു മര്യാദയുടെ ഭാഗമായി ഇരിക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. നാളെ നമ്മുടെ ഡോക്ടർ സുൽഫിക്കർ അലിയാണ് ക്ലാസ് എടുക്കുക. മറ്റന്നാള് അബ്ദുൾ റഷീദ് വള്ളമുണ്ടയാണ് ക്ലാസ് എടുക്കുന്നത് ഇൻഷാ അല്ലാഹ്. മറ്റന്നാള് അദ്ദേഹത്തിന്റെ നാട് വയനാടുകാരനാണ്. അവിടെ ചെറിയൊരു പള്ളി, ചെറിയൊരു സ്ഥാപനമൊക്കെ ഉണ്ട്. വളരെ ദാരിദ്ര്യമുള്ള കുടുംബമാണ് അവരുടേത്. അപ്പൊ അവരുടെ ചെറിയ കളക്ഷൻ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രക്കാർ വരുമ്പോ അവരുടെ വ്യക്തിപരമായ ആവശ്യമല്ലാതെ അവിടുത്തെ സമൂഹത്തിൽ നമ്മളെപ്പോലുള്ള പള്ളികളും സ്ഥാപനങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ നമ്മളെക്കാൾ ദാരിദ്ര്യമുള്ളവരാണ്. ഇങ്ങനെയുള്ള റമദാൻ കളക്ഷൻ ആയിരിക്കും ചിലപ്പോ അവരുടെയൊക്കെ ഒരു വർഷത്തെ മുതൽ മുടക്കായി മാറുന്നുണ്ടാവും. കഴിയുന്നത് കൊടുത്താൽ മതി. ഇനി കൊടുക്കേണ്ട ഒരു കുറച്ച് പള്ളി വരാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പരമാവധി നമ്മളെന്ത് ചെയ്യാം, പിന്നെ അതൊരു നെയ്യത്താക്കി വെക്കാം. സ്ഥിരം ചെയ്യുന്ന അമലിന് പ്രത്യേകം കൂലിയുണ്ടല്ലോ, ഒരു നെയ്യത്തായി വെച്ചാൽ മതി. പക്ഷെ അതെല്ലാ ശനിയും ഞാൻ അയച്ചു ഒരു 10 രൂപ കൂട്ടിക്കോ, അധികം 10 രൂപ എല്ലാ ശനിയും ഞാൻ കൊടുക്കും. അപ്പൊ എനിക്ക് അടുത്ത ആഴ്ച കയ്യിൽ ഒരു 100 രൂപ കൊടുക്കാൻ, അന്ന് 100 കൊടുത്തോ, പക്ഷെ 10 എന്തായാലും കൊടുക്കണം. എന്തെങ്കിലും ഒരു തുക ചുരുങ്ങിയത് കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ നല്ല രൂപത്തിൽ ദാനധർമ്മം ചെയ്യുക. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ 4 വെള്ളിയാഴ്ചയും ഇനി പറഞ്ഞോളന്നില്ല, 4 വെള്ളിയാഴ്ച റമദാന്റെ കലക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു തുക ഇൻഷാ അല്ലാഹ് ഇന്ന് ചിലപ്പോൾ പ്രതീക്ഷിക്കാത്തത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. അവർ മനസ്സിൽ നെയ്യത്താക്കുക ഇൻഷാ അല്ലാഹ്. ഈ റമദാൻ തീയതിന് മുന്നേ ഇത്ര തുക ഞാൻ ഈ പള്ളിക്ക് കൊടുക്കും. പള്ളിയുടെ കാര്യങ്ങളും പേനവും കാർപ്പറ്റും ഒക്കെ ഞാനും അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര തുക ഞാൻ കൊടുക്കും എന്ന് നെയ്യത്താക്കുക. അത് ഗഡുക്കളായിട്ടോ ഒന്നിച്ചുമായി നിങ്ങൾ പേരിൽ വരാൻ ആഗ്രഹിക്കാത്തോ നേരാബാക്കറ്റിൽ നിക്ഷേപിക്കുക, അല്ലാതെ കമ്മിക്ക് ഏൽപ്പിക്കുക. എന്തായാലും അതിന്റെ കൊടുത്തു എന്ന് കിട്ടിയെന്നും നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹിന്റെ മുന്നിന് ശേഷം തഖബ്ബൽ മിന്ന സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ആ രൂപത്തിൽ നല്ല ഒരു സഹായം നമ്മുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായി ഈ പള്ളിക്ക് വേണ്ടിയും ഉണ്ടാവണം എന്ന് ഓർപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പറയാൻ പറ്റും. 2-3 ആളുകൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു സഹോദരൻ മരിച്ചു, 45 വയസ്സുള്ള ഒരു സഹോദരന്റെ മരണമാണ്. അവരുടെ ഉമ്മ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ അശോക് സാഹിബിന്റെ മകൻ ബൈക്ക് അപകടത്തിൽ കുറെ കാലമായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റമദാനായതുകൊണ്ട് തന്നെ നമ്മോട് ആവശ്യപ്പെട്ടുള്ളവരുടെ അള്ളാഹു അവരുടെ ആ നിലവിലുള്ള ആരോഗ്യാവസ്ഥ ഒന്നും കൂടി അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെ പോലെ ആരോഗ്യവാന്മാരായി തിരിച്ചു വരാൻ അള്ളാഹു കൊടുക്കുമാറാവട്ടെ. മറ്റൊരാള് ബസ് അടിച്ച് അതോടെ നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരം വരുന്ന ഒരാളാണ്. അവര് വലിയൊരു അപകടത്തിൽപ്പെട്ടിട്ടാണ് ബസ് അടിച്ച് അപകടത്തിൽപ്പെട്ടിട്ടാണ് നമ്മുടെ പള്ളിയിൽ പലപ്പോഴും, പ്രത്യേകിച്ച് റമദാനിൽ വരുന്നയാളാണ്.
അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അവരുടെയും ആരോഗ്യനില മെച്ചപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ അവരെയും ഞങ്ങളെയും മരണം വരെ നല്ല ആരോഗ്യത്തിൽ നിലനിർത്തി തരണേ അള്ളാഹ്. അള്ളാഹുവെ മരണം വരെ മറ്റൊരാളുടെ ആശ്രയമില്ല നല്ല രീതിയിൽ ജീവിക്കുവാൻ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാൻ ആരോഗ്യം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അള്ളാഹ്. അള്ളാഹുവെ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അപകട മരണത്തിൽ ഞങ്ങൾ നീ കാക്കണേ അള്ളാഹ്. അപകടത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അപകടത്തിൽ ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അപകടത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹു നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കി തരണേ അള്ളാഹ്. നമ്മുടെ മനസ്സിനെ പരിപൂർണമായി നീ വൃത്തിയാക്കി തരണേ അള്ളാഹ്. നമ്മുടെ മനസ്സിനെ തത്വ നൽകണേ അള്ളാഹ്. നമ്മുടെ മനസ്സിനെ ഈമാൻ വർദ്ധിപ്പിക്കണേ അള്ളാഹ്. ഈ നോമ്പ് സ്വീകരിക്കണേ അള്ളാഹ്. നമ്മുടെ നോമ്പ് ഞങ്ങൾക്ക് നീ കബൂലാക്കണേ അള്ളാഹ്. നമ്മുടെ നോമ്പ് ഞങ്ങൾക്ക് നീ സ്വീകരിക്കണേ അള്ളാഹ്. നമ്മുടെ ഈ നോമ്പ് നമുക്ക് അനുകൂലമായ ശഫാഅത്ത് പറയുന്നതിൽ ഉൾപ്പെടുത്തണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وأشهد الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى.